വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഈ ഗ്രാൻഡ് പോർട്ടൽ എന്നൊരു സംവിധാനത്തെപ്പറ്റി നിങ്ങളൊക്കെ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്താണ് ആ ഒരു സംവിധാനത്തിന് അംബേദ്കർ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫോറം കൽപ്പിക്കുന്ന പ്രാധാന്യം, അത് എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നു എന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ കുറച്ചൊന്ന് വിശദമാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുൻപ് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗം എന്ന് പറയുന്ന പട്ടികജാതി പട്ടികവർഗ ഇപ്പോൾ ഇതര മതങ്ങളിലേക്ക് ഈ ജനവിഭാഗങ്ങളിൽ നിന്ന് മാറിയിട്ടുള്ള വിധമതസ്ഥരായിട്ടുള്ള ജനങ്ങൾ, നൂറ്റാണ്ടുകളായി കൊടിയ ചൂഷണവും പുറന്തള്ളപ്പെടലും അനുഭവിച്ചതിന്റെ ഫലമായിട്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഒരു ജനതയ്ക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നതിനും സാമൂഹിക പങ്കാളിത്തം, അധികാരത്തിലും വിദ്യാഭ്യാസത്തിലും സമ്പത്തിലുമൊക്കെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഡോക്ടർ അംബേദ്കറുടെ വളരെ സമഗ്രമായ ഇടപെടലിന്റെ ഫലമായി ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട സംവരണം അവിടെ ഒരിക്കലും സാമ്പത്തികം ഒരു മാനദണ്ഡമേ ആയിരുന്നില്ല. സാമൂഹികമായ പുറന്തള്ളപ്പെടൽ, അതിന് പ്രതിവിധിയായിട്ട് ഈ ജനതയ്ക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സംവരണത്തിലേക്ക് സാമ്പത്തിക മാനദണ്ഡം തിരികെ കയറ്റി ഈ സംവരണ സംവിധാനത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത കുറച്ച് വർഷങ്ങളായിട്ട് നാം കാണുന്നുണ്ട്. ആദ്യം ക്രീമി ലെയർ സംവിധാനം പിന്നോക്ക സമൂഹത്തിനിടയിൽ ഏർപ്പെടുത്തി കാര്യമായിട്ടുള്ള പ്രതിഷേധമൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ മുന്നോക്കത്തിലെ പിന്നോക്ക ജനവിഭാഗത്തിന് 10% സംവരണം ഏർപ്പെടുത്തി. മുന്നോക്കക്കാർക്ക് ഇന്നും ഒരിക്കലും സമൂഹത്തിലെ യാതൊരു വിധത്തിലുള്ള അപകടനകളും പുറന്തള്ളപ്പെടലുകളും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്തൊരു ജനതയാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടത് സാമ്പത്തികമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അതിനു പകരം സമ്പത്തില്ല എന്നതിന്റെ പേരിൽ ജാതീയമായി പുറന്തള്ളപ്പെട്ട ജനതയ്ക്ക് നൽകിയിരുന്ന സംവരണത്തിന്റെ രീതിയിൽ സംവരണം നൽകിക്കൊണ്ട്, അതും 10% സംവരണം നൽകിയിരിക്കുന്ന ഒരു സംവിധാനം പിന്നീട് നമ്മുടെ പാർലമെന്റ് തന്നെ പാസ്സാക്കിയെടുത്തു. അവിടെയും കാര്യമായിട്ടുള്ള പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. അംബേദ്കർ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫോറം പോലുള്ള ചില സംഘടനകൾ അതിനെതിരെ ചെറിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയെന്നതിനപ്പുറത്ത് യാതൊരു വിധത്തിലുള്ള ശക്തമായ ദേശവ്യാപകമായ പ്രതിഷേധം വരുത്തിരിഞ്ഞു വരാതിരുന്ന അതിന്റെ ഫലമായി പിന്നീട് വന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഗ്രാൻഡ് പോർട്ടൽ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പട്ടിക ജനവിഭാഗത്തിന്റെ സംവരണത്തെ ഉന്മൂലനം ചെയ്യുക, അത് പൂർണ്ണമായിട്ട് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളൊരു നിലപാടിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു നീക്കത്തിന്റെ മുന്നോടിയായിട്ട് ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ നടത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഗ്രാൻഡ് പോർട്ടൽ. ഇവിടെ പട്ടികജാതി ജനവിഭാഗത്തിലെ മാതാപിതാക്കളിൽ 2.5 ലക്ഷത്തിൽ താഴെ വരുമാനം മാത്രമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലംസം ഗ്രാന്റ് സ്റ്റൈബൻഡ്, ഫീസ് അവകാശങ്ങളൊക്കെ അവർക്ക് മാത്രം നൽകപ്പെടുന്ന ഒരു സംവിധാനമാണ് ഈ. അത് നടപ്പിലാക്കിയത് കേന്ദ്ര ഗവൺമെന്റാണ്. ഇന്ന് ഇന്ത്യയെ ലോകത്തിന്റെ ഉയരങ്ങളിൽ എത്തിക്കാൻ അക്ഷീണ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയ ഗവൺമെന്റ് കഴിഞ്ഞ കേന്ദ്ര ഭരണകാലത്ത് നടപ്പിലാക്കിയതാണ് ഈ ഗ്രാന്റ് സംവിധാനം. കേന്ദ്ര സാമൂഹിക നീതി വകുപ്പിൽ നിന്നാണ് ഇങ്ങനൊരു നിയമം ഉണ്ടായത്. അതിന്റെ മന്ത്രി ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ആ ഒരു വകുപ്പിന്റെ മന്ത്രിയായിട്ട് വന്നിരിക്കുന്നത്. സാമൂഹ്യ നീതി വകുപ്പിന്റെ നിയമമനുസരിച്ച് പട്ടികജാതി ജനവിഭാഗത്തിൽ 2.5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് മാത്രം ഈ ഗ്രാന്റ് ലഭിക്കുന്ന ഒരു സംവിധാനം. അതിൽ 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റും നൽകണമെന്നാണ് വ്യവസ്ഥ. ആ 40% സംസ്ഥാന ഗവൺമെന്റ് അക്കൗണ്ടിൽ ഇട്ടാൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് ബാക്കിയുള്ള 60% കൊടുക്കുകയുള്ളൂ. അങ്ങനെ 60% കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന മാനദണ്ഡം 2.5 ലക്ഷത്തിന്റെ വരുമാന പരിധിയുടെ മാനദണ്ഡം പാലിച്ചിരിക്കുന്നു. ഫലത്തിൽ 2021 കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ 2022 മുതൽ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതിയിൽ കൂടി കുട്ടികൾക്ക് നാളിതുവരെ കാര്യമായിട്ടുള്ള ഗ്രാന്റുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാര്യമായിട്ടുള്ള ട്യൂഷൻ ഫീസോ ലംസം ഗ്രാന്റോ സ്റ്റൈബൻഡോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ഭയപ്പെടുത്തുന്ന ഒരു സത്യം. കാരണം മറ്റൊന്നുമല്ല, ഈ 2.5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള എത്ര പട്ടികജാതിക്കാർ കേരളത്തിലുണ്ട്? കേരളത്തിന്റെ കാര്യം പ്രത്യേകിച്ചെടുത്താൽ ഇവിടുത്തെ കൂലിപ്പണിക്കാരന് കിട്ടുന്ന ദിവസ വരുമാനം 850 രൂപയാണ്. ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന കൂലിയാണ്.
ഞായറാഴ്ച ദിവസം അവധി കഴിഞ്ഞാൽ ബാക്കിയുള്ള 6 ദിവസവും അവർ പണിയുണ്ടാകുമെന്നതായിരിക്കും ഇവിടെ ഇവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്ന ഉദ്യോഗസ്ഥന്റെ കണക്കുകൂട്ടൽ. അങ്ങനെ വരുമ്പോൾ ആഴ്ചയിൽ 6 ദിവസം വെച്ച് ഒരു വർഷം 312 ദിവസം ജോലിയുള്ള ഒരു കൂലിപ്പണിക്കാരന് കിട്ടുന്ന വാർഷിക വരുമാനം 2,65,000 രൂപയോളം വരും. കൂടെ ഭാര്യ തൊഴിലുറപ്പ് ചെയ്യുന്ന ഒരാൾ കൂടിയാണെങ്കിൽ അവരുടെ വരുമാനം 40,000. അപ്പോൾ 3,15,000 രൂപ വരുമാനമുള്ള ഒരു കുടുംബത്തിന് എങ്ങനെ, ആ കുടുംബത്തിലൊരു കുട്ടിക്ക് എങ്ങനെ ഈ ഗ്രാന്റ് ലഭിക്കും? ഓർക്കണം, പട്ടിക ജനവിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് സമ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സാമൂഹികമായ പുറന്തള്ളപ്പെടലിന്റെ അടിസ്ഥാനത്തിലാണെന്ന നിയമം നിലനിൽക്കുമ്പോഴാണ്, ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം നിലനിൽക്കുമ്പോഴാണ് ഈ സാമ്പത്തിക മാനദണ്ഡം കൊണ്ടുവന്ന് അടിസ്ഥാന ജനവിഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണത്തെ അട്ടിമറിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയിട്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഈ 60% തങ്ങൾ നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും വലിയൊരു തുക നൽകാൻ കേരളത്തിന് ഇപ്പോൾ ഇല്ല എന്നുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത്, കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് കേരളത്തിലെ പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന, പട്ടികജാതിയിൽപ്പെടുന്ന ഭൂരിപക്ഷം കുട്ടികൾക്കും യാതൊരു ഫീസ് സംവിധാനങ്ങളും ലഭിക്കുന്നില്ല. 22% കുട്ടികൾ പഠിപ്പ് നിർത്തിപ്പോയി. നിലവിൽ പഠിച്ച് പാസ്സായി ഇറങ്ങുന്ന കുട്ടികൾക്ക് TC നൽകുന്നില്ല, മാർക്ക് ലിസ്റ്റ് നൽകുന്നില്ല. ഏറ്റവും വലിയ മറ്റൊരു അപകടം, പണ്ട് പട്ടിക ജനവിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഫീസ് ലഭിച്ചിരുന്നത് കോളേജിലായിരുന്നു. അവർക്ക് ലംസംഗ്രാന്റ് സ്റ്റൈപ്പൻഡും അവർക്ക് നൽകേണ്ട ഫീസുമൊക്കെ കോളേജ് ഓഫീസിലെത്തുകയും അവിടെ നിന്ന് കുട്ടികൾക്കുള്ളത് കുട്ടികൾക്കും മാനേജ്മെന്റിനുള്ളത് അവരും എടുക്കുന്നൊരു സംവിധാനമായിരുന്നു. ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കുട്ടികൾ ഇടപെടും. ഇടയ്ക്കല്ല, പണ്ട് 68-ൽ കേരള സ്റ്റൈപ്പൻഡറി സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന സംഘടന ഉണ്ടാകുമ്പോൾ സാഹചര്യം വളരെ ഭിന്നമായിരുന്നു. കുട്ടികൾക്കൊന്നും തന്നെയും ലംസംഗ്രാന്റ് സ്റ്റൈപ്പൻഡും ഒന്നും കിട്ടാതിരിക്കുകയും പോസ്റ്റുകൾ അഡ്മിഷൻ ലഭിക്കാതിരിക്കുമെന്ന ഒരു സാഹചര്യത്തിലാണ് കേരള സ്റ്റൈപ്പൻഡറി സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന സംഘടന രൂപം കൊണ്ടത്. അന്ന് ആ സംഘടന നടത്തിയ നിരവധി പോരാട്ടങ്ങളുടെ ഫലമായിട്ട് പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ഏതാണ്ട് 90കളുടെ തുടക്കം വരെയും വളരെ സജീവമായിട്ടുണ്ടായിരുന്ന സംഘടന പിന്നീട് പല പല കാരണങ്ങളാൽ ഇല്ലാതാവുകയും അതിനൊരു തുടർച്ചയായിട്ട് ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന അംബേദ്കർ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫോറം എന്ന സംഘടന, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, സമുദായ സംഘടനയല്ല, പട്ടികജാതി, പട്ടികവർഗ, പട്ടികജാതി ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന ആണ് ഈ ഒരു വിഷയത്തിൽ ആദ്യമായിട്ട് ഇടപെട്ടത്. ഈ ഗ്രാന്റ് വിഷയം ഏറ്റവും കൂടുതൽ അടിസ്ഥാന ജനവിഭാഗത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കുകയും അതിനെതിരെ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനുമെല്ലാം ഈ നിയമം ഉണ്ടാക്കിയ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിക്കും ഒക്കെ നിവേദനങ്ങൾ നൽകുകയും കാത്തിരിപ്പ് ഫലം കാണാതെ വന്നപ്പോൾ സമര പരിപാടികളിലേക്ക് ഇറങ്ങുകയും കോട്ടയം കളക്ടറേറ്റിന് മുന്നിലും കോട്ടയത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും ധർണ നടത്തുകയും തുടർച്ചയായിട്ട് ജൂലൈ 31 ഇപ്പോൾ രാജ്ഭവൻ ധർണ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രിയെ കാണുകയുണ്ടായി. വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോഴത്തെ ഈ ഗ്രാന്റ് സംവിധാനത്തിന്റെ അപാകതകളെക്കുറിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഒന്ന്, ഈ ഗ്രാന്റ് പോർട്ടലിലൂടെ കുട്ടികൾക്ക് മുഴുവൻ ഫണ്ട് ലഭിക്കുകയാണ്. കുട്ടികളുടെ കയ്യിൽ ഫണ്ട് മുഴുവൻ വരുന്നു, അവർക്ക് ലംസം ഗ്രാന്റ് വരുന്നു, സ്റ്റൈപ്പൻഡ് വരുന്നു, കോളേജിൽ അടയ്ക്കേണ്ട ഫീസ് വരുന്നു, അവർ കൊണ്ട് കോളേജിൽ ഫീസ് അടയ്ക്കുന്നു. അപ്പോൾ കോളേജിന് ഇതിനകത്ത് യാതൊരു പങ്കും ഉണ്ടാകുന്നില്ല. കോളേജിന്റെ ഭാഗത്ത് നിന്ന് പട്ടികജാതിക്കാരെന്നുള്ള വിവേചനം അവരോട് കാണിക്കത്തില്ല എന്നൊക്കെയുള്ള ധാരണയായിരിക്കും. പക്ഷെ സംഭവിച്ചിരിക്കുന്നത്, ഈ 60% കേന്ദ്ര ഗവൺമെന്റ് വിഹിതം നൽകണമെങ്കിൽ ഈ 2 ലക്ഷം രൂപയുടെ വരുമാന പരിധി മാനദണ്ഡമായി വന്നപ്പോൾ 2 ലക്ഷത്തിന്റെ വരുമാനമുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ 60% തുക കേന്ദ്ര ഗവൺമെന്റ് നൽകുകയുള്ളൂ. കേരളത്തിൽ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടിക്ക് പോലും ഈ തുക ലഭിക്കുന്നതിന് അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ നേരത്തെ കാരണം പറയുകയുണ്ടായി. മറ്റൊന്ന്, ഈ ഫീസ് കുട്ടികളുടെ കയ്യിൽ വരുന്നുവെന്ന് പറയുമ്പോഴും കുട്ടികൾക്ക് ഈ ഫീസ് കിട്ടാതെ വരുമ്പോൾ അവർക്ക് കോളേജിൽ സമയത്തിന് ഫീസ് അടയ്ക്കാൻ പറ്റാതെ വരുന്നു. അതിന്റെ പേരിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയാണ്. അവരെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു, അവരെ പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കാതിരിക്കുന്നു. ഇനി പരീക്ഷ എഴുതിയാൽ തന്നെ പാസ്സായി കഴിയുമ്പോൾ അവർക്ക് മാർക്ക് ലിസ്റ്റ് നൽകാതെ വരുന്നു, അവർക്ക് TC നൽകാതെ വരുന്നു. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ അവരെ ഹൗസ് സർജൻസിയിൽ അറ്റൻഡ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നു. അങ്ങനെ എന്നാൽ ഈ കേരള ഗവൺമെന്റ് ഇത്തരം വിഷയങ്ങളിൽ കോളേജുകളിൽ ഒരു കാരണവശാലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഒരു വിധത്തിലും ബാധിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാവരുതെന്ന് വ്യക്തമായി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് കുട്ടികളോട്
ഈ കോളേജ് മാനേജ്മെന്റുകൾ വളരെ ഭീകരമായിട്ടുള്ള, വളരെ ഈ കുട്ടികളെ പഠിപ്പ് നിർത്തി പോകാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടെടുത്തിരിക്കുന്നത്. ഈ നിലപാടെടുക്കുന്ന കോളേജ് മാനേജ്മെന്റുകൾക്കെതിരെ ഇതുവരെയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയെ ധരിപ്പിച്ചത്. അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മറുപടിയിൽ നിന്ന് അത് വ്യക്തമാണ്. അതുപോലെ തന്നെ സാമൂഹ്യ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവരണം ഒരിക്കലും സാമ്പത്തിക മാനദണ്ഡം അതിൽ കൊണ്ടുവരാൻ പാടില്ല എന്നതാണ് ഭരണഘടനാപരമായിട്ട് ഈ ജനതയ്ക്ക് നൽകിയിരിക്കുന്ന സംരക്ഷണം എന്നിരിക്കെ പട്ടിക വിഭാഗത്തിന്റെ സംവരണത്തിൽ സാമ്പത്തിക മാനദണ്ഡം ഒരു കാരണവശാലും കൊണ്ടുവരാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്നും ഈ സംഘടന ആവശ്യപ്പെടുകയുണ്ടായി. അതിനോടും വളരെ അനുകൂലമായിട്ടുള്ള, അദ്ദേഹത്തിനോട് യോജിക്കാനുണ്ടായത് വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ടെടുക്കുന്നു എന്ന് ഇതിൽ വ്യക്തമാണ്. ഈ ജനവിഭാഗത്തിന് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രാതിനിധ്യം ഇല്ലാതാക്കിക്കൊണ്ട് ഈ ജനതയെ വീണ്ടും പഴയ അടിമത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഇപ്പോൾ തന്നെ ഡൽഹിയിലൊരു സർവകലാശാലയിൽ മനുസ്മൃതി പാഠ്യ വിഷയമാക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നുവെന്ന് ഒരു വാർത്ത കണ്ടു. എന്തൊരു മാറ്റമാണ്, എന്തൊരു പുറകോട്ട് പോക്കാണ് നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ അംബേദ്കർ കത്തിച്ച മനുസ്മൃതിയാണ്, ആ മനുസ്മൃതിയുടെ നിയമങ്ങളാണ് വീണ്ടും കുട്ടികളെ പഠിപ്പിക്കാൻ ഇപ്പോഴത്തെ ഭരണ സംവിധാനം ശ്രമിക്കുന്നത്. ഇതിനൊക്കെ എതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവണമെങ്കിൽ ഈ ജനതയുടെ പ്രശ്നങ്ങളെ ഒന്നായി കാണുന്ന ഒരു പ്രസ്ഥാനമുണ്ടാവണം. പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ പോർട്ടൽ സംവിധാനത്തിന് ദോഷകരമായിട്ടുള്ള വശങ്ങളെപ്പറ്റി പഠിക്കാനോ, അതിൽ പലരും ഈ ഗ്രാന്റ് തടസ്സപ്പെട്ട് നിൽക്കുന്നു, ഈ ഗ്രാന്റ് വൈകുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ ഈ ഗ്രാന്റിന്റെ പിന്നിൽ ഏറ്റവും വലിയ ഗൂഢാലോചന ഈ 2.5 ലക്ഷത്തിന്റെ വരുമാന പരിധി നിശ്ചയിച്ച പട്ടിക വിഭാഗത്തിന്റെ സംവരണത്തിൽ സാമ്പത്തിക മാനദണ്ഡം കൊണ്ടുവന്ന ഏറ്റവും വിദിതമായിട്ടുള്ള നിലപാടിനെ, ഏറ്റവും ഭീകരമായ നിലപാടിനെ, ഈ ഭീകരമായ ഗൂഢപദ്ധതിയെ തുറന്നു കാട്ടുവാൻ ഒരു സംഘടനയും തയ്യാറാവുന്നില്ല. നിയമസഭയിൽ പല ജനപ്രതിനിധികളും ഈ വിഷയം പറയുകയുണ്ടായി. ഒരുപാട് സന്തോഷമുണ്ട്, ഞങ്ങൾ അവരെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ 2.5 ലക്ഷത്തിന്റെ വരുമാന പരിധിയെപ്പറ്റി കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇത് തെറ്റാണെന്നും ഇത് പാടില്ല എന്നും ആരും പറഞ്ഞു കേട്ടില്ല. പക്ഷേ ഡോക്ടർ അംബേദ്കർ ആശയങ്ങളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അംബേദ്കർ പോളിസി ഡെമോക്രാറ്റിക് ഫോറം ശക്തമായി ആവശ്യപ്പെടുന്നു, സാമ്പത്തിക മാനദണ്ഡം ഒരിക്കലും പട്ടിക വിഭാഗത്തിന്റെ സംവരണവുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ജനവിഭാഗത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രാതിനിധ്യം, അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അധികാരത്തിലായാലും സമ്പത്തിന്റെ കാര്യത്തിലായാലും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാതിനിധ്യം ഇല്ലാതാക്കാൻ അംബേദ്കർ പോളിസി ഡെമോക്രാറ്റിക് ഫോറം ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിനെതിരായിട്ട് ശക്തമായ മുന്നേറ്റം തന്നെ ഉണ്ടാവും. ആ മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ ശക്തമായൊരു സംഘടനയായിട്ട് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് ഈ ജനവിഭാഗത്തിനിടയിൽ നിന്നും എല്ലാവരും ഈ പ്രസ്ഥാനത്തെ, ഈ സംഘടനയെ ശക്തമായി പിന്തുണയ്ക്കണം, ശക്തി പകരണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഈ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരല്ല, ഒരു ജാതി സംഘടനകൾക്കും എതിരല്ല. ജാതീയതയുടെ പേരിലുണ്ടാകുന്ന പ്രസ്ഥാനങ്ങൾ, അതായത് ഇവിടെ ജാതി നിലനിൽക്കുന്നിടത്തോളം കാലം അത്തരം പ്രസ്ഥാനങ്ങൾ മറ്റുള്ള എല്ലാ ജാതീയ വിഭാഗങ്ങൾക്കും ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കാര്യമില്ല. ആ നിലയിൽ ആ ജനതയ്ക്ക് ഒരു മാറ്റമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സംഘടനയാണ് APD. അതുപോലെ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്നവർക്ക് ഈ APDF പ്രവർത്തിക്കുന്നതിനും എതിർപ്പൊന്നുമില്ല. ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി പോരാട്ടം നയിക്കണമെന്ന ഒരു അഭിപ്രായം മാത്രമേ APDFനുള്ളൂ. പക്ഷേ പലപ്പോഴും അതിന് കഴിയാതെ പോകുന്നതിന്റെ കാരണം അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് പൂന പാക്റ്റിൽ ഒപ്പിടുമ്പോൾ ഡോക്ടർ അംബേദ്കറിന് സമ്മതിക്കേണ്ടി വന്ന പരാജയം, മഹാത്മാഗാന്ധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവ്, അദ്ദേഹത്തിന് മുന്നിൽ, അദ്ദേഹത്തിന്റെ തീവ്ര ഹിന്ദുത്വ നിലപാടിന് മുന്നിൽ തന്റെ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി തന്റെ ജനതയുടെ ജീവിതം അപകടത്തിലാകുന്ന സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് അതിന് അംഗീകരിക്കേണ്ടി വന്നതിന്റെ, അഭയാംഗമണ്ഡലം എന്ന സംവിധാനത്തിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നതിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ ഈ പട്ടിക വിഭാഗ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു മാറ്റമുണ്ടാവും എന്ന് കാര്യമായിട്ടുള്ള പ്രതീക്ഷയും APD പോലുള്ള പ്രസ്ഥാനങ്ങൾക്കില്ല. എങ്കിലും ഈ ജനവിഭാഗത്തിന് വേണ്ടി, ആ ജനവിഭാഗത്തിന്റെ പ്രതിനിധികളായി, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി തന്നെ വരുമ്പോഴും ഈ ജനവിഭാഗത്തിന് അനുവദിച്ചിരിക്കുന്ന സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ചു വരുന്ന ജനപ്രതിനിധികൾ ഈ ജനതയ്ക്ക് വേണ്ടി കൂടി ശബ്ദിക്കാൻ ചങ്കൂറ്റം കാണിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ സംഘടന എല്ലാ അർത്ഥത്തിലും
ശക്തിപ്പെടുത്തേണ്ടത് ഈ ജനതയുടെ തന്നെ നാളത്തെ ഭാവി സുരക്ഷിതമാക്കുവാൻ ഉള്ള അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എപിഡിഎഫിന് എല്ലാവിധ പിന്തുണയും നൽകണം എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.